ഹലോ, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത്ര ഫിനിഷിങ്ങിൽ ആ നെക്ക് ലൈനും സ്ലീവിൻ്റെ എഡ്ജൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ ബോൾ പിന്നൊക്കെ കുത്തിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്യണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം താഴോട്ട് വരുന്ന രീതിക്ക് വേണം എംബ്രോയ്ഡറി റിങ്ങിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു നൂലൊക്കെ ഉള്ള ഭാഗം കാണുള്ളൂ. സ്ലീവിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ആരി വർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേണം ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ താഴെ ഭാഗത്ത് ലൈനിങ് ഉണ്ട്, ആ ലൈനിങ്ങും കൂടി കൂട്ടിയിട്ടാണ് ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്ലീവ് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു രണ്ട് സ്ലീവിലും ഒരുമിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്ലീവൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള എക്സസ് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ്ങും കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതേ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്താലാണ് നമുക്ക് ആ എഡ്ജസ് ഒക്കെ ഒന്ന് ഷാർപ്പായിട്ട് കിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു സിക്സാഗിൻ്റെ എഡ്ജസ് ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കലാണ്. നമുക്കൊരു നീഡിലിൻ്റെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഉള്ളിലോട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ പുറത്തോട്ട് എടുക്കാൻ പറ്റും. കുറച്ച് നേരത്തെ പണി ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയും ഫിനിഷിങ്ങിൽ മെഷീനിൽ വരെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.